ഖുർആൻ ഓതാറില്ലേ? ഓതുമ്പോൾ ഈ അടയാളങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ഈ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ പലരും എന്താ ചെയ്യാറെന്നറിയാമോ? ഇവയുടെ കൃത്യമായ നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് പലരും ഈ അടയാളങ്ങൾ കാണുന്ന എല്ലാ സ്ഥലത്തും നിർബന്ധമായും നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്ത് തന്നെ ഓതും. എന്നാൽ അതൊരു തെറ്റായ ധാരണയാണ്. ചിലയിടങ്ങളിൽ നിർത്തൽ നിർബന്ധമാണെങ്കിൽ ചിലയിടങ്ങളിൽ നിർത്താൻ പാടില്ലാത്തവയാണ്. ഈ അടയാളങ്ങളുടെ യഥാർത്ഥ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് വഖഫ് ലാസിം. ഇവിടെ നിർബന്ധമായും നിർത്തണം. നിർത്താതെ ഓതിയാൽ ആ വാക്യത്തിന്റെ അർത്ഥം പൂർണ്ണമായും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് വഖഫ് മംനൂ. ഇവിടെ ഒട്ടും നിർത്താൻ പാടില്ല. കാരണം ഇവിടെ നിർത്തിയാൽ അർത്ഥം അപൂർണമായി പോകാൻ സാധ്യതയുണ്ട്. ഇത് വഖഫ് ജായിസ്. ഇവിടെ നിർത്തുകയോ നിർത്താതെ ഓതുകയോ ചെയ്യാം. രണ്ടു രീതിയും അനുവദനീയമാണ്, തെറ്റില്ല. ഇത് അൽ വഖഫുൽ ഔല. ഇവിടെ നിർത്തുന്നതാണ് കൂടുതൽ നല്ലത്. വേണമെങ്കിൽ നിർത്താതെ ഓതാം, എങ്കിലും നിർത്തുന്നതിനാണ് മുൻഗണന. ഇത് അൽ വസ്ലു ഔല. ചേർത്തി ഓതുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ നിർത്തുന്നതിനേക്കാൾ ഉത്തമം നിർത്താതെ മുന്നോട്ട് ഓതിപ്പോകുന്നതാണ്. ഇതാണ് വഖഫ് തആനുഖ്. അടുത്തടുത്തായി കാണുന്ന ഈ രണ്ട് അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് മാത്രം നിർത്തുക എന്നതാണ് ഇവിടെ നിയമം. ആദ്യത്തെ 3 പുള്ളിയിൽ നിർത്തിയാൽ രണ്ടാമത്തേതിൽ നിർത്തരുത്. ഒന്നാമത്തേതിൽ നിർത്തിയില്ലെങ്കിൽ രണ്ടാമത്തേതിൽ നിർത്തണം. രണ്ടിടത്തും നിർത്താതിരിക്കുകയോ രണ്ടിടത്തും ഒരുപോലെ നിർത്തുകയോ ചെയ്യരുത്. ഇതിന്റെ ഉദാഹരണം നോക്കാം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇവിടെ ലാ റൈബ എന്നയിടത്ത് നിർത്തിയാൽ ഫീഹി എന്നയിടത്ത് നിർത്താൻ പാടില്ല. ഫീഹി എന്നയിടത്ത് നിർത്തുന്നതാണെങ്കിൽ ലാ റൈബ എന്നയിടത്ത് നിർത്താനും പാടില്ല. മനസ്സിലായില്ലേ? ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക.